നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൺഡേ വ്ളോഗ് എടുത്തിട്ട് കുറേ നാളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൺഡേ വ്ളോഗ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ചാച്ചനാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ എണീറ്റുണ്ടായിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9:30 ആയപ്പോൾ എണീറ്റു. ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് ഹോളിൽ പോയിരുന്നിട്ട് ആളുടെ ഒരു സ്ഥിരം പ്ലേസ് ഉണ്ട്, ചെയറിൽ അങ്ങനെ ഇരുന്നിട്ട് ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. സൺഡേ ആയതുകൊണ്ട് തന്നെ ആർക്കും നേരത്തെയും പോകണ്ട, നേരം വൈകിയും പോകണ്ട. അതുകൊണ്ട് നേരം വൈകിട്ടാണ് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നത് കേട്ടോ. എപ്പോൾ എണീക്കാനാണെന്നുണ്ടെങ്കിലും, അതിപ്പോൾ നേരത്തെ എണീക്കാനാണെങ്കിലും നേരം വൈകി എണീക്കാനാണെന്നുണ്ടെങ്കിലും ഞാൻ അലാം വയ്ക്കും. അലാം വെക്കാണ്ട് എനിക്ക് എണീക്കാൻ പറ്റൂല. അലാം വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എത്ര നേരം വേണേലും കിടന്നുറങ്ങും കേട്ടോ. അങ്ങനെ എണീറ്റ് വിൻഡോൻ്റെ ആ കർട്ടൻ മാറ്റിയതേ ഓർമ്മയുള്ളൂ. നല്ലോണം ചൂട് വെയിലടിക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രഷായി എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ അടുക്കളയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഉണ്ടടാ അതേ ഹോളിൽ ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥിരം പ്ലേസ്. അപ്പോൾ കിച്ചണിൽ ചെന്നിട്ട് കിച്ചൻ്റെ ഡോർ തുറന്നപ്പോഴത്തേക്കും ചൂട് കാറ്റകത്തേക്ക് അടിച്ചു. പിന്നെ ഞാൻ അത് ക്ലോസ് ചെയ്യില്ല കേട്ടോ, കാരണം കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കിടക്കണ്ടേന്ന് വിചാരിച്ചു. കുറച്ച് ചൂട് കൊണ്ടാലും കുഴപ്പമില്ല, കുറച്ച് ഫ്രഷ് എയർ കൊള്ളാലോ. ഇപ്പം തലേ ദിവസം തന്നെ എന്താണ് നെക്സ്റ്റ് ഡേയിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പഴമുണ്ട്, അപ്പോൾ പിന്നെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ആ പഴം അങ്ങനെ ഇരിക്കും. ഈ തേങ്ങ വാങ്ങിയതിൻ്റെ ബോക്സൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ബോക്സുകളൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കും. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയതിൻ്റെ ബോക്സുകൾ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ ഞാൻ കഴുകി കൂട്ടി ഇങ്ങനെ വെക്കും. കുറേയൊക്കെ അമ്മയും കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊതുവേ മലയാളികൾക്കുള്ളൊരു ശീലമാണ്. മലയാളികൾക്ക് മാത്രമാണ്, ഇനി വേറെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല, ഈ ബോക്സൊക്കെ ഇങ്ങനെ കൂട്ടി സൂക്ഷിച്ച് വെക്കുക, ആ ഒരു ശീലം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ലഞ്ചിൻ്റെ സമയമായിട്ടോ. എനിക്ക് അതിന് മുമ്പുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ലഞ്ച് നമ്മൾ ഓർഡർ ചെയ്യാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓർഡർ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല, തലേ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചക്കലത്തേക്കുള്ള കറിക്കൊന്നുമില്ല, വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഞായറാഴ്ച അല്ലേ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം എന്ന് പറഞ്ഞു. പുറത്ത് പോകാമെന്നാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ വെയിലൊക്കെ ആയതുകൊണ്ട് മാത്രമല്ല നല്ലോണം നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇനി ഉടുത്ത് ഒരുങ്ങി പുറത്തു പോയി വരുമ്പോഴത്തേക്ക് ഒരു സമയമാവും, അപ്പോൾ പിന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവർ രണ്ടുപേരുടെയും വൻ അടി ഒഴിവാക്കലാണ് എൻ്റെ മെയിൻ ഇപ്പോഴത്തെ പരിപാടി. അതായത് ഇവർ രണ്ടുപേരും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടും കുത്തും ബഹളമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ പറയും രണ്ടുപേരും ഞായറാഴ്ച ഇവിടെ നിൽക്കണ്ട, ജോലിക്ക് പൊക്കോളാൻ പറയും. അതിൻ്റെ ഇടയിൽ ബിരിയാണി, ബക്കറ്റ് ബിരിയാണിയാണ്. അപ്പോൾ അതിൽ ഒരെണ്ണം തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിന്ന് മുട്ട എടുത്തിട്ട് ചാച്ചൻ പോയിട്ടോ. അതിൻ്റെ ഇടയിൽ അമ്മ എനിക്കൊരു ഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ ചാച്ചൻ അതൊന്നും മൈൻഡ് ചെയ്യണില്ല. കണ്ടില്ലേ, അവനോൻ്റെ ഫുഡ് ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചാച്ചന് ചുറ്റുമുള്ളതൊന്നും കാണൂല. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതും കൂടി ഒരു പാത്രത്തിലേക്ക് തട്ടി. കാരണം മുകളിൽ ഫുള്ള് റൈസും അടിയിലാണ് ചിക്കൻ ഇട്ടാ. അതുകൊണ്ട് കുത്തിയെടുക്കാൻ ഈ ബക്കറ്റിൽ നിന്ന് തന്നെ നമുക്ക് പറ്റൂല. അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ചോറും ചിക്കനും എല്ലാം കൂടി അങ്ങ് മിക്സ് ആക്കുന്ന സമയത്ത് ഇവരുടെ രണ്ടുപേരുടെയും കണ്ണിൽ ആ ഒരു ലെഗ് പീസ് പെട്ടു കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഗ് പീസിനായിരുന്നു അടി. ഓൾറെഡി ഐശ്വര്യ ഒരു ലെഗ് പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നേ, അത് കുഞ്ഞിതായിരുന്നു. അപ്പോൾ ചാച്ചന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ചാച്ചന് വേറെ വേണം, അതും ഇതും എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ അവിടെ കാണിച്ചു കൂട്ടണമായിരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചാച്ചൻ ആ ലെഗ് പീസ് അവൾക്ക് തന്നെ കൊടുത്തേ. അപ്പോൾ അവൾക്ക് ഡൗട്ടായി, എന്താണാവോ, ഇങ്ങനെ സാധാരണ സംഭവിക്കാറില്ല. ലെഗ് പീസ് കിട്ടിക്കഴിഞ്ഞതിപ്പോൾ വലുതായാലും ചെറുതായാലും ചാച്ചൻ ആർക്കും കൊടുക്കൂല, ഇവളും ഇട്ട് കൊടുക്കൂല. പക്ഷെ ചാച്ചൻ എന്ത് ചെയ്തു, ആ ലെഗ് പീസ് അവൾക്ക് അങ്ങോട്ട് കൊടുത്തു കേട്ടോ. പക്ഷെ അവൾ വാങ്ങിയില്ല. വാങ്ങുന്നു പറഞ്ഞു, പക്ഷെ അവൾ വാങ്ങിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എന്താ ചാച്ച കൊടുക്കാൻ കാരണം, നീ അങ്ങനെ കൊടുക്കാറില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയാം, അവൾ വാങ്ങിയിരുന്നെങ്കിൽ വീണ്ടും എനിക്ക് തട്ടിപ്പറിച്ച് വാങ്ങായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇവർ രണ്ടുപേരും ഞായറാഴ്ച പോലും ഇവിടെ ഇരിക്കേണ്ട, ജോലിക്ക് പോയിക്കോളാനായിട്ട്. കാരണം എനിക്ക് അടി നിർത്താനേ, പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരുടെ വക വേറെ, ഇവർ രണ്ടുപേരുണ്ടെങ്കിൽ ഇവരുടെ വക വേറെ. അങ്ങനെ ഫുഡ് അടിയും കഴിഞ്ഞിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കാണ്ടാ. ഇപ്പം ഇവിടെ ഫുൾ ഇംഗ്ലീഷ് മൂവീസാണ് വെക്കണത്. അതിൽ സൂമ്പിയും അതും ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാലും ഒന്നല്ലെങ്കിൽ താടിയമ്മ കൈവയ്ക്കും, അല്ലെങ്കിൽ തലയമ്മ മുടി ശരിയാക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ മീശയമേ പിടിച്ചിട്ടുണ്ട്. മൂവി കണ്ട് അവിടെ തന്നെ കിടന്നുറങ്ങി. പിന്നെ 7 മണിക്കാണ് എണീറ്റത്. നേരെ ചായയും കുടിച്ചതേ അടുത്ത പരിപാടിക്ക് പോവാ. ഒരു പടത്തിന് പോവാന്ന് 7:20 പറഞ്ഞതാ, 7:45 പടം. എത്ര നേരം മുമ്പ് നിന്നോടില്ലേ ഒരു പടത്തിന് മുന്നേ ഉച്ചക്ക് പറഞ്ഞ നീ? നേരത്തെ കൂടി എനിക്ക് കുഴപ്പമില്ല, പടപ്പ പകുതി തീരുപ്പോ. ഉണ്ടാവും അവിടെ നിന്ന് ഇങ്ങനെ ടപ്പട്ടപ്പട്ടപ്പന്ന് വിട്ടുകൊണ്ട് ഇരുന്നോ. സിനിമ കഴിയാറായി. 7:20 പറഞ്ഞ പടത്തിന് വന്നു. 7:40 വേണമെങ്കിൽ വന്നാൽ മതി, ഞാൻ തോട്ടിട്ട് വരുമ്പോ കാണും. സിനിമയ്ക്ക് വിളിച്ചാലും വരാനും വലിയ. ഞാൻ എന്താ ട്രൗസർ മേടിട്ട് ഞാൻ പോകണല്ലോ. പിന്നെ നീ ആര് മോളെ ഈ ഇട്ടത് തിയേറ്ററിൽ നിന്നെ ആര് കാണാനാ? പിന്നെ കോൺഫിഡൻസ് പടം തീരൂടെ. ലൈറ്റായി പറഞ്ഞ വരില്ലെന്ന് വെച്ചാൽ ലൈറ്റായി പറഞ്ഞത്.
ആ ശരി എന്നാ പോട്ടെ. ഓക്കെ ബൈ. ഒരു പടത്തിന് പോകാൻ വിളിച്ചു കഴിഞ്ഞാല് റെഡി ആവും വേണം 20 മിനിറ്റ് ചെയ്യുമെന്ന് ആലോചിക്കുന്നു. അല്ല വരുന്നുണ്ട് എഴുന്നള്ളി പടപ്പ തീരും 7:39 എന്ത് ചെയ്യും? പടം മുഴുവൻ പറഞ്ഞിട്ട് നീ ഇവിടുന്ന് ടിക്കറ്റ് ഇങ്ങനെ ബുക്ക് ചെയ്യോളോ? എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞ ബുക്ക് ചെയ്യോളോ? അല്ല ആണുങ്ങൾക്ക് വേണ്ട എത്ര സമയം ബുക്ക്. ഈ മനുഷ്യൻ ഇങ്ങനെയാണ്. അതായത് നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് അനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിലും പൊതുവെ പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ. പക്ഷേ ഈ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരപ്പം തന്നെ ഡിസൈഡ് ചെയ്യുന്നു, അപ്പം തന്നെ റെഡി ആവുന്നു, ഇറങ്ങുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വാ ഇറങ്ങാം, വാ പോവാം, സമയം പോണു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ഇവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമ 7:30-ആണെന്നുണ്ടെങ്കിൽ 7:30 മുതൽ 7:45 വരെ ഫുള്ള് പരസ്യമായിരിക്കും. 7:45-നായിരിക്കും മൂവി സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് പിന്നെ നമ്മൾ അതനുസരിച്ചിട്ട് ഇറങ്ങിയാലും കുഴപ്പമില്ല. ഇപ്പോ 7:50 ആയിട്ടാ, 7:51. 8 മണിക്ക് 8 മണിക്ക് തിരിക്കും. 8 മണിക്ക് അരിഷ ഷുവർ ഓക്കെ. ഷുവർ സാലിക്കിടില്ലാന്ന് പറഞ്ഞിട്ട് സാലിക്കിടേണ്ടി വന്നു. സാലിക്കിടാണ്ട് പോണെങ്കിൽ നീ മേക്കപ്പ് നേരത്തെ ചെയ്യണമായിരുന്നു. അവിടെ പഴം വഴിക്കുന്നില്ലേ? മതി. ഓ 7:58 ആയപ്പോഴത്തേക്ക് നമ്മളിത് ഇതിന്റെ ഉള്ളിലേക്ക് കേറി. 7:58 നമ്മള് DCC എത്തി. പെട്ടച്ചൊന്നും നോക്കില്ല, ഫൈൻ വരാത്ത രീതിയിൽ പടച്ചു. ഇനി പാർക്കിംഗ് കിട്ടോ? പാട്ടിന്റെ പോലെ ഓടിക്കാൻ പറ്റില്ലല്ലോ. ഓ മൈ ഗോഡ്. പാർക്കിംഗ് നേരെ ഒപ്പിക്കണം. മേലെ അങ്ങനെ പറഞ്ഞില്ലേ, കറക്റ്റ് ആ പരസ്യത്തിന് സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പടം നമ്മൾ ബ്ലാസ്റ്റ് കാണാനാണ് പോയിട്ടുണ്ടായിരുന്നത്. പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടുക്കാച്ചി പടം. അയ്യോ ഒരു രക്ഷയില്ലാത്ത വേറെ ലെവൽ പടം. ഏതാണ്ട് ദൃശ്യത്തിൻ്റെ ഒക്കെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി പടമായിരുന്നു കേട്ടോ. മസ്റ്റ് വാച്ച് മൂവി എന്ന് തന്നെ പറയാം. അത്രയും നല്ല കിടു മൂവിയാണ്. തിയേറ്ററിലൊക്കെ ഉണ്ടല്ലോ ഫുള്ളിങ്ങനെ വിസിലടിയും കയ്യടിയും ബഹളവും ആർപ്പുവിളിയും ഒക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അങ്ങനെ മൂവിയും കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാർ പാർക്കിങ്ങിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഈ ഒരു സെക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ ചാച്ചനൊരു സൈഡ് വലിവ്, എന്നാൽ പിന്നെ അവിടെയും കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു സെക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു സൈഡ് വലിവ്. അങ്ങനെ ഞാനും അവിടെ കയറിയിട്ടാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡൗട്ടാണ്, ഇത് ഏത് ലിപ്സ്റ്റിക്ക് എടുക്കണം, ഏത് ഷെയ്ഡായിരിക്കും എനിക്ക് മാച്ച് എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ട്. അതിപ്പോൾ ലിപ്സ്റ്റിക്കും തന്നെയല്ല, ഏതൊരു സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ചാച്ചൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കും കേട്ടോ. പുള്ളിയാണ് എനിക്ക് സെലക്ട് ചെയ്ത് തരാറ്. ഇത്തവണ ലിപ്സ്റ്റിക്കും ആൾ തന്നെയാണ് സെലക്ട് ചെയ്ത് തന്നത് കേട്ടോ. ഒന്നാമത് ഞാൻ ഇടാറുള്ള ലിപ്സ്റ്റിക്ക് ഷെയ്ഡൊന്നും ചാച്ചന് ഇഷ്ടമല്ല. അപ്പം എന്നോട് പലപ്പോഴും പറയാറുണ്ട് നീ ഒരു ഷെയ്ഡ് മാറ്റിപ്പിടിക്കുന്നു. അങ്ങനെ അവസാനം എനിക്ക് അത്യാവശ്യം ചേരുന്ന ഒരു ഷെയ്ഡും കിട്ടി, അതേപോലെ തന്നെ ലിപ്പ് ലൈനറും കിട്ടിയിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പാക്ക് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചാച്ചൻ ഓക്കെ പറഞ്ഞപ്പോൾ അതെ ഇതാണ് ഞാൻ വാങ്ങിയ ലിപ്പ് ലൈനർ കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചാച്ചൻ പറഞ്ഞു നോക്കിയതൊക്കെ മതി, ഇത് ബില്ല് ചെയ്തിട്ട് നമുക്ക് വേഗം സ്ഥലം കാലിയാക്കാമെന്ന്. അങ്ങനെ അതും ബില്ല് ചെയ്ത് സാധനം വാങ്ങിയിട്ട് നമ്മൾ നേരെ പോവാണേ. പോണ സമയത്ത് വീണ്ടും നമുക്കൊരു സൈഡ് വലിവ് വന്നു. സൈഡ് വലിവ് വരാൻ കാരണം വേറെ ഒന്നല്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്യണത് ഈ ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ സൺസ്ക്രീനാണ്. അപ്പോൾ അതെൻ്റെ തീരാറായിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ എത്ര റേറ്റ് ഒന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. അവിടെ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടടാ അതേ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അവിടെ മെഷീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതുമേയും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ചാച്ചൻ്റെ ഇരുന്ന് അങ്ങനെ ചാച്ചൻ്റെ സ്കിന്നൊക്കെ നോക്കി. ആളുടെ ഡ്രൈ സ്കിന്നാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ സ്കിൻ നോക്കി, എൻ്റെ സ്കിൻ പിന്നെ ഓയിലി സ്കിന്നാണ്. ഓയിലിങ്ങനെ നിറഞ്ഞിങ്ങനെ ഇരിക്കുന്ന ഒരു സ്കിന്നാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ചാച്ചനുള്ള സൺസ്ക്രീനും മോയ്സ്ചറൈസറും അങ്ങനെയൊക്കെ വാങ്ങി. പിന്നെ ഞാനൊരു ഫേസ് വാഷും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ADCB പോയി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിനി നേരെ വീട്ടിലേക്കാണ്. കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ റൂമിൻ്റെ താഴെ കാറ് പാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചാച്ചൻ പറഞ്ഞു നമുക്ക് ഐശുവിനെ പോയിട്ട് ഇത് കൊതിപ്പിക്കാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനീ കുഞ്ഞിപ്പിള്ളേരെ പോലെ കാണിക്കണേ, എന്താണെന്നറിയില്ല അവളെ കാണുമ്പോൾ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തില്ലെങ്കിൽ അച്ഛന് സമാധാനം ഉണ്ടാവില്ല എന്നാണ് പറയണത്. അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഐശുവിനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊതിപ്പിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ വോയിസ് ഒന്നും ഞാൻ ഇടുന്നില്ല, കാരണം വോയിസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഓ ഈ ചെറുക്കൻ എന്തൊരു പൊങ്ങച്ചക്കാരനാന്ന് വിചാരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അടുത്ത് വെറുതെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പണ്ട് ലിപ്സ്റ്റിക് പാടൊക്കെ വരലൂലേ. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞത് ഭാര്യനെ നമ്മൾ കുറ്റം പറയാന്ന് വെച്ചാൽ പറയേണ്ടിരുന്ന. പക്ഷെ ഇന്ന് ഇവിടെ ലിപ്സ്റ്റിക് കിട്ടപ്പോ ഞാൻ വിചാരിച്ചേ മറ്റേ പറയും മോഹനവല്ലി അതേപോലത്തെ സാധനം. ഇത്ര ലുക്കിൽ എന്റെ ഭാര്യ ഞാൻ കണ്ടല്ല. മേക്കപ്പിനോട് ഒരു
ഒരു ബഹുമതി ഇപ്പൊ തോന്നണത് ഇപ്പോഴാണ്. പണ്ട് പോയി മേക്കപ്പ് എനിക്ക് ഇഷ്ടമല്ല. മേക്കപ്പ് ചെയ്ത് കറുത്ത് പോണ പെണ്ണായിരുന്നു. എങ്ങനെ ഏൽപ്പിച്ചുള്ളത്? നിനക്ക് തരില്ലാട്ടാ, മോൾക്ക് തരില്ലാട്ടാ, മോൾക്ക് തരില്ലാട്ടാ. അത് കേട്ടൂടല്ലേ? ഏത് മാറ്റിന്റെ മോയ്സ്ചറൈസർ അതല്ലേ, ഇതൊക്കെ സൺസ്ക്രീൻ, ഇതല്ലേ, ഇതൊക്കെ എന്റെ ഷാമ്പു, ഇത് വെള്ള ഫേസ് വാഷ് ആണ്. നല്ല പൂമ്പൊടിയേറ്റ് കിടക്കും കല്ലിനും ഉണ്ട്. സുഖന്റെ കൂടെ കൂടി കൊണ്ട് സ്കിൻ കെയർ ഞാൻ തുടങ്ങി. ഈ കാട്ടും പൗഡർ നടക്കണം, അല്ലാണ്ട് ഇതിനെ കൊണ്ട് ഒരു കാര്യം ഒന്നുമില്ല. ഇത് ഞാൻ ബാത്റൂമിൽ മറ്റേ പുതിയ കവർ പിടിച്ച് ചങ്ങോട്ട് കൂട്ടാൻ പോ. ഷാമ്പു ഒക്കെ തീർന്നു പോയി ഗൈസ്. ഞാൻ മേടിക്കാൻ ഷാമ്പു ഒക്കെ തീർന്നു പോയി. ഒക്കെ ഇവിടെ യൂസ് ചെയ്യണം. കാണിക്കലല്ലേ അതിന്റെ അല്ല, മോളിരിക്കണ മറ്റേ സവാളയുടെ തീർന്നു പോയത്. ഇത് മുണ്ടായില്ലേടാ ചോദിക്കണ്ടേ? ലൈഫ് ഓഫ് ജോസൂട്ടിയൊക്കെ ലൈഫ് ഓഫ് ജോസൂട്ടി അല്ല, ലൈഫ് ഓഫ് ബ്യൂട്ടി ഓഫ് ജോസ്, ബ്യൂട്ടി ഓഫ് ജോസ്മോൻ, ബ്യൂട്ടി ഓഫ് ജോസ് എന്തിനാണ് കല്ലി വള്ളി വാട്ടവർ. ഇനി മുതൽ എന്റെ പുതിയ സഹചാരി. എന്തിനാ ഇപ്പൊ പൊട്ടിക്കണേ? തൂക്കിയല്ലേ രാത്രിയല്ലേ ഇങ്ങനെ യൂസ് ചെയ്യണത്. എന്തെങ്കിലും പൊട്ടിച്ചാൽ എനിക്ക് അപ്പം തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ അതൊരു സമാധാനം. സമയം രാത്രി 12 മണി. എന്ത് വാങ്ങിയാലും ആദ്യം ഉദ്ഘാടനം ചെയ്യണം. സൺസ്ക്രീൻ ഉണ്ട്, മണമില്ല. വാട്ടർ ഇല്ലേ, ഇച്ചിരി എടുക്ക്. ഉദ്ഘാടനം കഴിഞ്ഞു. സൺസ്ക്രീൻ ആണ്. എടാ നീ ആരും കാണാത്ത പോലെ ഇങ്ങനെ കാണിക്കല്ലേ അച്ഛാ. ആളുകള് പറയും അയ്യ അല്പന അർദ്ധരാത്രി കൊട പിടിച്ച പോലെ എന്ന് പറയും. അത് ശരിയാണ്ട് ഗൈസ്, രാജൻ ആദ്യമായിട്ടാണ് ഇത്രയും സ്കിൻ പ്രൊഡക്ട്സ് വാങ്ങണത് കേട്ടോ. അതിന്റെ ഒരു ത്വരയാണ് ഈ കാണുന്നത്. നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇതേവരെ ഫേസ് വാഷ് കണ്ട സാധനം യൂസ് ചെയ്തതാ. പക്ഷെ അവിടെ പോയി സ്കിന്നൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അവരവരുടെ ബിസിനസ് ട്രിക്ക് ചെയ്തു. ഈ മണ്ടനായി വീണു. ഇതില്ലേ ഇത് ഭയങ്കര സെറ്റപ്പാണ്. മോയ്സ്ചറൈസർ ആണത്. എന്റെ ഡ്രൈ സ്കിൻ ആണെന്ന് പറയുന്നത്. ശരിക്കും ഓയിൽ സ്കിൻ അല്ലേ? ഇല്ല, അവര് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഇതായി പോയി. അങ്ങനെ ഇല്ല അതില് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഡ്രൈ ആണ് തോന്നിയത്. സോ ദിസ് ഇസ് മൈ ന്യൂ സൺസ്ക്രീൻ, ദിസ് ഇസ് മൈ ന്യൂ മോയ്സ്ചറൈസർ. ഇത് രണ്ടും അനക്കണ്ട. ഓക്കെ, അനക്കുള്ള. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ സൺഡേ വിശേഷങ്ങള്. അപ്പൊ അടുത്ത വിശേഷം നമുക്ക് ഇനി അടുത്ത വീഡിയോയില് കാണാം ട്ടാ.